ഞങ്ങൾ രണ്ടുപേരും ശരിക്കും പറഞ്ഞാൽ ഈ ചീഫ് സെക്രട്ടറിയുടെ പദത്തിലേക്കൊന്നും എത്താൻ ഇടയില്ലാത്ത ആൾക്കാരാണ്. എങ്കിലും ഇവിടെ എത്താൻ സാധിച്ചു. ഇപ്പോൾ കൈമാറുന്നതും ശാരദയ്ക്കാണ്. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ്. കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. നമുക്കറിയാം, വലിയ ഒരു പ്രോജക്റ്റിൻ്റെ ഒക്കെ ഇടയിൽ നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ എന്നേക്കാൾ ഭംഗിയായി ശാരദ ചെയ്യുമെന്നുള്ള നല്ല ഉറപ്പോടു കൂടിയാണ് ഞാൻ ഇറങ്ങുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഇങ്ങനെ ഒരു കൈമാറ്റം. എങ്ങനെ തോന്നുന്നു? കൃതജ്ഞതയുണ്ട്, ചാരിതാർത്ഥ്യം തോന്നുന്നുണ്ട്. പിന്നെ വീട്ടിലൊരു അഡ്വൈസറിന് കിട്ടിയല്ലോ, അതിൻ്റെ സന്തോഷമുണ്ട്. അല്ല, ഈ യാത്രയപ്പിച്ചിട്ട് നാളെയാണ് ചുമതല ഏറ്റെടുക്കുന്നത്. പക്ഷേ ആ യാത്രയപ്പിച്ചതിൻ്റെ സ്വാഗതം പറയാനുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായില്ലേ? അതൊരു ഭാഗ്യമാണോ? ആക്ച്വലി ഈ സ്വാഗതം സാധാരണഗതിയിൽ സ്വാഗതം പറയുന്നതിന് ബുദ്ധിമുട്ടാറില്ല. ഇത്തവണ ഏറെ ബുദ്ധിമുട്ടി. എങ്ങനെയാണ്, എന്താണ് പറയേണ്ടത്? ഇദ്ദേഹത്തിനെ കുറിച്ച് ഔദ്യോഗികമായിട്ടുള്ള പരിവേഷത്തിൽ മാത്രം സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ സംസാരിക്കാതിരിക്കുന്നതായിരുന്നു നല്ലതെന്ന് തോന്നിപ്പോയി. ഈ മലയാളത്തിൽ ഉൾപ്പെടുന്ന മുണ്ടെടുക്കുന്ന ചീഫ് സെക്രട്ടറി കേരളത്തിൽ നഷ്ടമാണ്. അപ്പോൾ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വകുപ്പിലെ എല്ലാവരും തന്നെ മുണ്ടെടുത്താണ് യാത്ര ചെയ്തത്. മുണ്ടെടുത്താണ് യാത്രയപ്പോൾ അല്ലേ? ഇന്ന് എൻ്റെ ഓഫീസിലെ ആൾക്കാർ ഓണം നേരത്തെ ആഘോഷിച്ചു. ഒരുപക്ഷെ ഞാൻ പോകുന്നതുകൊണ്ടായിരിക്കും. പക്ഷേ അതുകൊണ്ട് എല്ലാവരും കേരളീയ വേഷത്തിൽ വന്നു. ഞാനല്ലെങ്കിലും ഇതുപോലെ തന്നെയാണല്ലോ നടക്കുന്നത്. ഇനി മുണ്ട് സ്ഥിരമാക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വേഷമാണത്. അതുകൊണ്ട് മിക്കവാറും കൂടുതൽ സമയം ഇനി മുണ്ടിലായിരിക്കും. തീരുമാനിച്ചിട്ടില്ല. ഇനി ഒന്ന് ഇരുന്ന് വിശ്രമിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ആലോചിക്കാം. അത് പറഞ്ഞു കഴിഞ്ഞു. എങ്ങോട്ടും പോകാൻ പാടില്ല, ലീവ് തന്നാൽ മാത്രമേ ഈ തിരുവനന്തപുരത്ത് യാത്ര ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്.